ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ ചില അസ്ഥിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. താടിയെല്ല്, തുടയെല്ല്, പല്ല് തുടങ്ങിയവയാണ് തിരിച്ചറിഞ്ഞവ. തിരിച്ചറിയാൻ പറ്റാത്ത പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തും. ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ ഇന്ന് തന്നെ ബംഗളൂരുവിലെ FSL ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സാക്ഷി കാണിച്ചു നൽകിയ 8ാമത്തെ പോയിന്റുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് പി ഉണ്ട്. സരീഷ്, ഇന്നിപ്പോൾ 8ാമത്തെ ഇടത്തേക്ക് പരിശോധന ആരംഭിച്ചിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന സൂചനകളൊക്കെ ഉള്ളത്? 7ാം പോയിന്റിലായിരുന്നു രാവിലെ മുതലുള്ള പരിശോധന നടത്തിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇപ്പോൾ 8ാം പോയിന്റിലേക്ക് എത്തുകയാണ്. 8ാം പോയിന്റ് എന്ന് പറയുന്നത് നേത്രാവതി പുഴയുടെ ഏറ്റവും റോഡിനോട് ചേർന്നുള്ള ആ ഭാഗത്താണ് 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ, അതായത് റോഡിൽ നിന്നും എളുപ്പത്തിൽ ആ പോയിന്റിലേക്ക് എത്താനാകുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു സാക്ഷിയുടെ മൊഴി. അതനുസരിച്ചാണ് ഇപ്പോൾ റോഡിനോട് ചേർന്നുള്ള, എന്നാൽ പുഴയോടും റോഡിനോടും ചേർന്നുള്ള ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇറ്റാച്ചി ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കുകയാണ്. നേരത്തെ 7ാം നമ്പർ, അതായത് ഇന്നലെ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച, അസ്ഥികൂട അവശിഷ്ടങ്ങൾ ലഭിച്ചതിന് തൊട്ട് സമീപത്ത് തന്നെയായിരുന്നു 7ാമത്തെ പോയിന്റ്. എന്നാൽ ഇതുവരെ അവിടെ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പോയിന്റ് കഴിഞ്ഞ് 8ാമത്തെ പോയിന്റിലേക്ക് JCB ഉൾപ്പെടെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ സാക്ഷി മാർക്ക് ചെയ്തിരിക്കുന്നത് 7 മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഘട്ടത്തിൽ, അതായത് ഈ 94 മുതൽ അല്ലെങ്കിൽ 98 മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താനാവുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഈ പാലം ആരംഭിക്കുന്നത്. അതായത് സ്നാനഘട്ടം കഴിഞ്ഞ് ഗുജറയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗത്തെ നിന്നും ഈ ക്ഷേത്രം കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന വശത്ത് ആണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത് എന്നായിരുന്നു സാക്ഷി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത്, പക്ഷേ അപ്പോഴും ഒരു ആശങ്കയായി സാക്ഷി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം പ്രളയ സമയത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ, കുന്നിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായ ഭാഗങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകും എന്നൊരു സംശയം കൂടി സാക്ഷി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ കുഴിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കുഴിച്ചുള്ള പരിശോധന നടത്തണം എന്നുള്ളതും. പക്ഷേ അതിനപ്പുറത്തേക്ക്, അതായത് 7ഉം 8ഉം ചില സംശയങ്ങളോടെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും ശേഷിക്കുന്ന ഭാഗങ്ങൾ, അതായത് 9, 10, 11, 12 ഭാഗങ്ങൾ എന്ന് പറയുന്നത് കുന്നിന് മുകളിലാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു തരത്തിലും, അതായത് കഴിഞ്ഞ പ്രളയത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒരു തരത്തിലും കുന്നിടിച്ചിലോ മറ്റോ പ്രശ്നങ്ങളില്ലാതിരുന്ന മേഖലയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ 8 കഴിഞ്ഞുള്ള പരിശോധനയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതും. എന്തായാലും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സാക്ഷിയെയും ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. പരിശോധന വീണ്ടും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഫോറൻസിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇന്നലെ ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂട ഭാഗങ്ങൾ അത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കേണ്ടതുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ, അതായത് പല്ല്, തുടയെല്ല്, താടിയെല്ല് തുടങ്ങിയ ഭാഗങ്ങളായിരുന്നു ലഭിച്ചത്. അതെല്ലാം തന്നെ ഒരു വ്യക്തിയുടേതാണോ എന്ന പരിശോധന നടത്തണം, അല്ലെങ്കിൽ എത്ര പേരുടേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോകണം. അങ്ങനെ വിശദമായൊരു പരിശോധന തന്നെ ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാംഗ്ലൂരിലേക്ക് ഈ ഫോറൻസിക് വിഭാഗം ഈ എല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ്. അവിടെ രാസപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ DNA സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ണ്, ഇന്നലെ ഈ കുഴിയിൽ നിന്നും മണ്ണ് ശേഖരിച്ചിരുന്നു. കാരണം ആ മണ്ണിൽ തന്നെയാണോ ഇത് ലയിച്ചത്, അല്ലെങ്കിൽ കാരണം ഇവർ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഒഴുകി വരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒഴുകിയെത്താറുണ്ട്. അത്തരത്തിൽ ഒഴുകിയെത്തി കരയ്ക്കടിഞ്ഞ് അല്ലെങ്കിൽ മണ്ണിനോ അല്ലെങ്കിൽ പാറക്കല്ലുകൾക്കോ ഇടയിൽപ്പെട്ടതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോയിൽ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള കുഴിച്ചുള്ള പരിശോധനകൾ നടക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് 2 പോയിന്റുകളിൽ മാത്രമായിരിക്കും, 7, 8 ഉൾപ്പെടെയുള്ള പോയിന്റുകളിൽ മാത്രമായിരിക്കും പരിശോധന നടത്താൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുഴിച്ചുള്ള പരിശോധനയിൽ 7ാം പോയിന്റിൽ നിന്നും ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം 8ാം പോയിന്റിലേക്ക് കടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8ാം പോയിന്റിലേക്ക് ആളുകൾ എത്തി. പക്ഷേ അവിടെ നിന്നും, അതായത് നേരത്തെ റോഡിന് വശത്തായിരുന്നു, റോഡിന് ചേർന്ന് കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് വീണ്ടും വരാം. ഇപ്പോൾ 8ാം ഇടത്തിലുള്ള പരിശോധന നടക്കുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് പി വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.